വെണ്ണ തരണമെങ്കിൽ കണ്ണനൊരു സമ്മാനം തരണം. ഞങ്ങൾക്കൊരു ഉമ്മ തരണം. സമ്മതിച്ചോ? സമ്മതിച്ചു. മതി ഉണ്ണിക്കണ്ണ, മതി. എന്താ, നാമാകുന്ന ഉണ്ണിക്കണ്ണന്റെ ചുംബനങ്ങൾ ദേവിക്കും അടുത്തുവോ? ആ ഗോപസ്ത്രീകൾ എത്രയോ ഭാഗ്യവതികളാണ്. അതെ, അവർ തികഞ്ഞ പുണ്യവതികളുമാണ്. ദേവാ, ഈ ഗോപസ്ത്രീകൾ നിത്യവും ഉണ്ണിക്കണ്ണന്റെ സാമീപ്യവും സ്പർശവും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്നവരാണല്ലോ. എന്നിട്ടും കണ്ണനെ എടുത്ത് ഓമനിക്കാനുള്ള അവസരം ഉണ്ടാവുമ്പോൾ അവർ തമ്മിൽ മത്സരിക്കുന്നു. ഞാൻ മുമ്പേ എന്ന് തിക്കി തിരക്കുന്നു. മറുകൈയിലേക്ക് കണ്ണനെ കൈമാറാൻ മടിക്കുന്നു. ഓരോ തവണ കൃഷ്ണസ്പർശം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഏതോ പുത്തൻ ഉണർവും ഉന്മാദവും നിർവൃതിയുമൊക്കെ അനുഭവവേദ്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ പൊരുൾ എന്താണ്? അതൊരു പ്രപഞ്ച സത്യമാണ്, ഒപ്പം രഹസ്യവും. ഓരോ തവണ കൃഷ്ണസ്പർശം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഏതോ പുത്തൻ ഉണർവും ഉന്മാദവും നിർവൃതിയുമൊക്കെ അനുഭവവേദ്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ പൊരുൾ എന്താണ്? അതൊരു പ്രപഞ്ച സത്യമാണ്, ഒപ്പം രഹസ്യവും. സന്ദേഹിക്കണ്ട, ദേവിയെ അറിയിക്കാനാകാത്ത ഒരു രഹസ്യവും നമുക്കില്ല. ദേവി, കൃഷ്ണസ്പർശമുണ്ടാകുമ്പോൾ ഗോപസ്ത്രീകൾ അനുഭവിക്കുന്ന വികാരം മാതൃത്വത്തിൻ്റെതല്ല. തങ്ങളുടെ മനസ്സുകളിൽ അഭിരമിക്കാൻ കൊതിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാമുകന്റെ സാന്നിധ്യമാണ്. കാമുകന്റെ സാന്നിധ്യമോ? അതെ, ഓരോ ഗോപസ്ത്രീകളും കണ്ണനെ തങ്ങളുടെ കാന്തനായി കാണുന്നു. ഓരോരുത്തരും കണ്ണൻ തനിക്ക് മാത്രം സ്വന്തമെന്ന് വിശ്വസിച്ച് ആശ്വസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു എന്ന് ധരിച്ചാലും. എന്താ ദേവ ഞാൻ ഈ കേൾക്കുന്നത്? മുലകുടി മാറാത്ത കുഞ്ഞിൽ കാമുക സാന്നിധ്യമോ? അവന്റെ സ്പർശം കാമപൂരണത്തിനുള്ള കാമനയെ ത്രസിപ്പിക്കുന്നുവെന്നോ? വളരെ വിചിത്രമായിരിക്കുന്നല്ലോ ദേവ. ദേവി, നാം പറഞ്ഞിട്ടില്ലേ, എല്ലാറ്റിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന്. എല്ലാ ജനനത്തിനും മരണത്തിനും, വൃദ്ധിക്കും ക്ഷയത്തിനും, ആഗ്രഹത്തിനും വിരക്തിക്കുമൊക്കെ പൂർവാപര ജന്മഹേതുവുണ്ടെന്ന്. ഈ ഗോപസ്ത്രീകളെല്ലാം നമ്മുടെ ഭക്തന്മാരായ മഹർഷിമാരുടെ അനന്തര ജന്മമാണെന്ന് ദേവി മനസ്സിലാക്കിയാലും. മഹർഷിമാരുടെ അനന്തര ജന്മമോ? അതെ, സർവസംഘ പരിത്യാഗികളായി വിഷ്ണുപദം പൂകാൻ തപസ്സനുഷ്ഠിക്കുന്ന അസംഖ്യം മഹർഷിമാർ. നിശബ്ദതയുറഞ്ഞ നിഗൂഢ നികേതനങ്ങളിലും ഗിരിഗഹുരങ്ങളിലും പാറക്കെട്ടുകളിലും താഴ്വാരങ്ങളിലും അരയാൽ ചുവടുകളിലുമൊക്കെ അത്തരം മഹാതപസ്സുകളെ ദേവി കാണുന്നില്ലേ? എങ്കിൽ കണ്ടോളൂ. ब्रह्माच तद्दिव्यमचिन्त्यरूपं सूक्ष्माच तत्सूक्ष्मतरं विभाति दूरासुदूरे तविहान्दिके च